പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഈശോയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഹൃദയം നുറുങ്ങുന്ന ഞങ്ങളുടെ വേദന കേൾക്കണമേ. ആരോടും പറയാത്ത ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക് അമ്മ ഇറങ്ങി വരണമേ. ആരും സഹായിക്കാനില്ലാത്ത ജീവിത സാഹചര്യത്തെ അമ്മ കാണണമേ. ഞങ്ങളെല്ലാവരും അമ്മയിൽ ആശ്രയം വെച്ചിരിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അമ്മയിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ മക്കളുടെയും ആകുലതകളും ജീവിത ഭാരങ്ങളും അമ്മയിൽ ഏൽപ്പിക്കുന്നു. അമ്മേ മാതാവേ, അതെല്ലാം സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ശക്തമായി ഈ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയും അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഉടമ്പടിയിൽ ജീവിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയോടുകൂടി ഉടമ്പടിയിൽ ജീവിപ്പാനുള്ള അനുഗ്രഹം ഓരോ മക്കൾക്കും നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദുഃഖങ്ങളെയും സന്തോഷമാക്കി മാറ്റണമേ. വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഞങ്ങളെ അലട്ടുമ്പോൾ അങ്ങിൽ നിന്ന് അകന്നു പോകാതെ അങ്ങയോട് ചേർന്നായിരിക്കാൻ ഞങ്ങളെ അങ്ങ് ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ഈശോ തമ്പുരാനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബജീവിതത്തെ അമ്മയിലേക്ക് സമർപ്പിക്കുന്നു. തിരുകുടുംബത്തിൻ്റെ വിശുദ്ധി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ. പോക്കിലും വരവിലും വഴിവാഹനങ്ങളിലും യാത്രാമധ്യത്തിലും കൂട്ടുകെട്ടുകളിലുമെല്ലാം കൂടെയായിരുന്നുകൊണ്ട് സംരക്ഷിക്കണമേ. ആയുസ്സും ആരോഗ്യവും കൊടുക്കണമേ. കുടുംബജീവിതത്തിലൂടെ നീ ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി ഞങ്ങളുടെ മക്കൾ വളർന്നു വരുവാൻ അമ്മ അവരെ സഹായിക്കണമേ. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ. സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ അമ്മ അവരെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ. അവർ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ നിലനിർത്തി നന്നായി പരീക്ഷ എഴുതി നല്ല വിജയം കൈവരിപ്പാൻ അമ്മ അവരെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗാവസ്ഥയിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയുടെ മധ്യത്തിൽ അമ്മ അവരുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും അമ്മ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഏറെ പ്രതീക്ഷയോടെ വിദേശത്തേക്ക് പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കളെ എല്ലാം ഏറ്റെടുക്കണമേ. അമ്മേ മാതാവേ, വിദേശത്തേക്ക് പോകാനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വഴിയുടെ വാതിൽ അവർക്ക് നേരെ തുറക്കണമേ. കണ്ണീരോടെയും വേദനയോടെയും അമ്മയെ തേടിയെത്തുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്തണയ്ക്കുകയും അവർ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റുകയും ചെയ്യുന്ന അമ്മേ, ഞങ്ങളിതാ പൂർണ്ണ മനസ്സോടെ അമ്മയുടെ അരികിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു. ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ, വഴി കാട്ടണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇന്നേ ദിവസം ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഹൃദയഭാരങ്ങൾ മനസ്സിലാക്കി അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, വിവാഹ തടസ്സം നേരിടുന്നവർ എല്ലാവരെയും അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അനുയോജ്യമായ ഒരു തുണയെ കൊടുത്ത് നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ അമ്മ അവരെ യോഗ്യതയുള്ളവരാക്കണമേ. കുടുംബജീവിതങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളിലും അകപ്പെട്ട് ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ തകർച്ചകളിൽ നിന്നും എല്ലാവിധ സമാധാനമില്ലാത്ത സാഹചര്യങ്ങളിൽ നിന്നും ഓരോ മക്കളെയും രക്ഷിക്കണമേ. കുടുംബങ്ങളിൽ തിരുക്കുടുംബത്തിൻ്റെ വിശുദ്ധി നൽകി അനുഗ്രഹിക്കണമേ. പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും ജീവിപ്പാൻ ഓരോ മക്കളെയും ഒരുക്കണമേ.
പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളും ഞങ്ങളുടെ എല്ലാവരുടെയും ദുഃഖങ്ങളും അമ്മയ്ക്ക് അറിയാമല്ലോ. അമ്മേ, എല്ലാം മനസ്സിലാക്കി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. അന്ത്യത്തോളം നിന്നെ മഹത്വപ്പെടുത്തി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. ഞങ്ങളുടെ എളിയ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.